വായനാമുറ്റം സന്ദർശിക്കാൻ വീണ്ടും കുരുന്നുകളെത്തി. തങ്ങളുടെ വീട്ടുമുറ്റങ്ങൾ വിദ്യാർത്ഥികൾക്കും അറിവ് തേടുന്നവർക്കുമായി തുറന്നു വെച്ചുകൊണ്ട് പേരാമ്പ്രയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനയായ അസറ്റ് പ്രവർത്തകർ ആരംഭിച്ച വായനാമുറ്റം സന്ദർശിക്കാൻ ദൂരങ്ങൾ താണ്ടി വിദ്യാർത്ഥികളെത്തി. അസറ്റ് ചെയർമാൻ CH ഇബ്രാഹിംകുട്ടിയുടെ കടിയങ്ങാട്ടെ വീട്ടുമുറ്റത്ത് ഒരുക്കിയ വായനമുറ്റത്താണ് അടുക്കത്തെ MAM UP സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തിയത്. വിദ്യാലയത്തിലെ 50-ൽ പരം വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിച്ചേർന്നത് അറിവിന്റെ മറ്റൊരു ലോകത്തേക്ക്. ഇവിടെ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ മധുരവുമായി അസറ്റ് ചെയർമാൻ തന്നെ കവാടത്തിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. വായനയെ അറിയുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാലയത്തിലെ ലൈബ്രറി ക്ലബിലെ വിദ്യാർത്ഥികൾ വായനമുറ്റം സന്ദർശിച്ചത്. മലപ്പുറം ജില്ലാ വിജയഭേരി കോർഡിനേറ്റർ T. സലീം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഒരു റേഷൻ കാർഡ് പേരും ഒരു ആധാർ കാർഡ് നമ്പർ മാത്രം മതിയോ? അതിനപ്പുറം നമ്മൾ ജീവിച്ചിരുന്നു എന്നത് 2030 എവിടെയാണ് ഉണ്ടാവേണ്ടത്, 35 എവിടെയാണ് ഉണ്ടാവേണ്ടത്, 2050 എവിടെയാണ് ഉണ്ടാവേണ്ടത്, 2100 എവിടെയാണ് ഉണ്ടാവേണ്ടത്, 2100 ഉണ്ടാവില്ല. എന്താ ഇങ്ങനെ പറ്റുമോ? 2100 എവിടെ വരണം? ഫ്രണ്ട് പേജിൽ. അങ്ങനെ നിങ്ങളൊന്ന് കാണാതെ നിങ്ങൾ കണ്ടു തുറന്നേ. എന്നിട്ട് അടുത്ത ആളോട് പറഞ്ഞു നിങ്ങൾ കണ്ട വാർത്ത. അടുത്തോട് പറഞ്ഞ വേഗം പറയും. ഡോക്ടർ ഹാദിയ ലക്ഷ്മി അന്തരിച്ചു. ഓക്കെ, വെരി ഗുഡ്. ഇനി എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പറയുന്ന ആളോട് ചോദിക്കണം, ഇതിങ്ങനെ തന്നെയാണോ, എന്താണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ വേറൊരാളോട് ചോദിക്കാൻ മടിക്കരുത്. റെഡി? ഹലോ ഹായ്. കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഏതൊരു പ്രവൃത്തിയും തുടങ്ങാൻ. എന്തെങ്കിലും. അസറ്റ് ചെയർമാൻ CH ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു. അടുക്കത്തെ MAM UP സ്കൂൾ പ്രധാനാധ്യാപിക KC സുമതി, അധ്യാപകരായ A. നബീൽ, സൗഫി താഴക്കണ്ടി എന്നിവർ നേതൃത്വം നൽകി. മണിക്കൂറുകളോളം വായനാമുറ്റത്ത് ചെലവഴിച്ച വിദ്യാർത്ഥികൾ അസറ്റ് വായനാമുറ്റം ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറിയാണ് തിരിച്ചുപോയത്. ആര്യലക്ഷ്മി, ട്രൂ വിഷൻ ന്യൂസ്, പേരാമ്പ്ര. മലബാർ സ്റ്റഡ്സ് ആൻഡ് ഡ്രോപ്സ് ഫെസ്റ്റിവൽ. ഗോൾഡ്, ഡയമണ്ട്, അൺകട്ട് ആൻഡ് ജെംസ്റ്റോൺസ് ഇയറിംഗുകളുടെ വിസ്മയിപ്പിക്കുന്ന ട്രെൻഡി കളക്ഷൻസ്. ഇതാണ് ന്യൂ ഇയറിംഗ്സിലേക്ക്